ഒരു 30 സെക്കൻഡിനുള്ളിൽ എന്നെ ഒന്ന് ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റും? ഡീപ്പ് സ്റ്റേറ്റ് ഓഫ് റിലാക്സ്. മനസ്സും ശരീരം ടോട്ടലി റിലാക്സ് ആവും. ഓരോ ശ്വാസം എടുക്കുന്നതോറും ഒരു 10,000 ടൈംസ് ഡീപ്പ് ആൻഡ് ഡീപ്പ് ആൻഡ് ഡീപ്പ് മോർ. ഒരിക്കലും എഴുന്നേക്കാൻ പറ്റില്ല. എഴുന്നേക്കും തോറും ഹെവി ആയിക്കൊണ്ടേയിരിക്കും. കൈ അനക്കാൻ പറ്റില്ല, കാലും അനക്കാൻ പറ്റില്ല. വ്യക്തിവൈരാഗ്യം വെച്ചിട്ട് ഇതിനെ മിസ്യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടോ? അങ്ങനെ ഒരിക്കലും വ്യക്തിവൈരാഗ്യം വെച്ച് ചെയ്തില്ലെങ്കിലും അറിവില്ലായ്മ കൊണ്ട് ചിലപ്പോൾ ഈ അവസ്ഥയിലേക്ക് കൊണ്ട് ചാടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ വേറെ കുറച്ച് ആളുകളുടെ വീഡിയോസ് കണ്ട് ഇപ്പോൾ ഡോക്ടർ അടക്കം ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളെ പാസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട മരിച്ചുപോയ ഒരാളെ നമ്മൾ വീണ്ടും ഹിപ്നോട്ടൈസത്തിലൂടെ തിരിച്ചു കൊണ്ടുവന്നാൽ അത്രമാത്രം ട്രോമ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഒരു ഷോക്കേസിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂൾ അല്ല ഹിപ്നോസിസ്. പ്യൂർലി ഫോർ ക്ലിനിക്കൽ സൈഡിലത് ഉപയോഗിക്കണം എന്നുള്ളത്. അത് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ അത് കുറേ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ സ്റ്റേജ് ഹിപ്നോസിസും സ്ട്രീറ്റ് ഹിപ്നോസിസൊക്കെ നിർത്തിക്കളഞ്ഞത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു സെക്ഷൽ ഇൻറ്റിമസി കുറവ്, അതൊക്കെ നമുക്ക് ഹിപ്നോട്ടിസത്തിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കുമോ? സെക്സ്വാലിറ്റി എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ കോമ്പണൻ്റാണ്. വിവാഹത്തിന് ശേഷമായിക്കോട്ടെ, ലിവിങ് ടുഗെദറുള്ള ആൾക്കാരായിക്കോട്ടെ, അത് രണ്ടുപേരും രണ്ട് തരത്തിലുള്ള വ്യക്തികളുണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടുതലും അവർ ഇമോഷണലി സെക്സിന് എടുക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ടൈം ബൗണ്ട് സെക്സ് വേണം. എന്ന് വെച്ചാൽ തിങ്കൾ ബുധൻ വെള്ളി, വേറെ ദിവസങ്ങളൊന്നും പറ്റില്ല. ഇതിന് വിപരീതമായ പുരുഷന്മാരും സ്ത്രീകളുണ്ട്. അതിന് ഫിസിക്കൽ സെക്സ്വൽ ഉള്ള ആളുകൾ എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഫോർ പ്ലേസ് കൂടുതൽ വേണ്ടി വരാം. അവർ ഭയങ്കര അറ്റാച്ച്ഡ് ആകും, ഭയങ്കര ഫിസിക്കലി കണക്റ്റഡ് ആകും. അവർക്ക് ചിലപ്പോൾ സ്മെല്ലൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, നന്നായിട്ട് ഡ്രസ്സ് ചെയ്യപ്പെടും. അവരുടെ സിംറ്റംസ് എന്ന് വെച്ചാൽ അവർ നന്നായിട്ട് എക്സ്പോസിങ് ആയിട്ട് ഡ്രസ്സിങ് ഒക്കെ ഇടുന്ന ആളുകളായിരിക്കും.